2019 ഓഗസ്റ്റ് 5-ാം തീയതിയാണ് ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി, അതായത് ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞത്. അന്ന് പറഞ്ഞത് ലഡാക്കും ജമ്മു കാശ്മീരുമായിട്ട് കേന്ദ്രഭരണമായ പ്രദേശമായിട്ട് നിലനിൽക്കും, പക്ഷേ ജമ്മു കാശ്മീരിന് പതിയെ സംസ്ഥാന പദവി തിരികെ നൽകുമെന്ന് പറഞ്ഞത്. ഇപ്പോൾ ഒരു വാർഷികമായതുകൊണ്ട് ഈ പദവി തിരികെ നൽകുമെന്ന് സംശയമുണ്ട്. കാരണം പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒക്കെ പ്രസിഡന്റിനെ രാഷ്ട്രപതി ഭവനിൽ പോയി കാണുന്നുണ്ട്, ചില മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ബാക്കിയായിട്ട് POK ഉൾപ്പെടെ ഭീകരന്മാർ കൂടുന്നതായിട്ടുള്ള ചില ഇൻ്റലിജൻസ് വിവരങ്ങളും പുറത്തു വരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പദവി തിരിച്ചു കൊടുക്കലൊക്കെ എത്ര എളുപ്പമാണോ? ഇല്ല, അത് ഉടനെ ഉണ്ടാവാൻ സാധ്യതയില്ല. ഉടനെ ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിച്ചുമില്ല. ഒമർ അബ്ദുള്ളയാണെങ്കിൽ ഇതിന് ശേഷം നമ്മളുടെ ബൈസരൻ വാലിയിലെ പഹൽഗാം അറ്റാക്കിന് ശേഷം ഒമർ അബ്ദുള്ള ആദ്യം പറഞ്ഞത്, ഇനിയിപ്പോൾ ഞാൻ സംസ്ഥാന പദവി എങ്ങനെ ചോദിക്കും? അത് വലിയൊരു സെറ്റ് ബാക്കായി അവർക്ക്, കാശ്മീരി ഭരണകൂടത്തിന്, ഒമർ അബ്ദുള്ളയ്ക്ക് മറ്റും. ഇനി പഹൽഗാം നടന്നില്ലായിരുന്നെങ്കിൽ പോലും പെട്ടെന്നൊന്നും ഫുൾ സംസ്ഥാന പദവി ജമ്മു കാശ്മീരിന് കൊടുക്കാനുള്ള സാഹചര്യമില്ല. അതങ്ങനെ തന്നെ നിലനിന്ന് പോകാനാണ് സാധ്യത. നീണ്ട് ഇങ്ങനെ പോകും. ഇതുപോലെയാണ് ഡൽഹിയുടെ സംസ്ഥാന പദവി. ഡൽഹിക്ക് ഫുൾ സംസ്ഥാന പദവി വേണം എന്ന് BJP തന്നെ ഒരു കാലത്ത് ആവശ്യപ്പെട്ടിരുന്നു. ഇന്നിപ്പോൾ BJP അത് ആവശ്യപ്പെടുകയില്ല. കേജ്രിവാൾ അതിനുവേണ്ടി കുറേ ശ്രമിച്ചു, കേജ്രിവാളും പരാജയപ്പെട്ടു. അത് നടക്കാത്ത കാര്യമാണ്. ഡൽഹിയുടെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ, അവിടെയുള്ള എംബസി, ഇതൊക്കെ വെച്ചിട്ട് കേന്ദ്രഭരണ പ്രദേശമായിട്ട് തന്നെ ഡൽഹി നിലനിർത്തേണ്ടി വരും. എന്തിനും ഈ മാഹി വേണമെങ്കിൽ കേരളത്തിൽ ലയിപ്പിക്കാവുന്നതാണ്. ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അത് ജമ്മു കാശ്മീരിൻ്റെ കാര്യത്തിലും അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജമ്മു കാശ്മീരിൽ തീവ്രവാദം കുറഞ്ഞു എന്നുള്ളതല്ലാതെ ഇല്ലാതായിട്ടില്ല. അത് ഇല്ലാതാവാനും പോകുന്നില്ല. തീവ്രവാദം ചെയ്യാൻ എളുപ്പമുള്ളൊരു കാര്യമല്ല. ഞാനും സിനിജിയും കൂടെ 4 ബോംബും വെച്ച് ഇങ്ങനെ തക്കം നോക്കിയിരിക്കുക, പോലീസുകാരനോ പട്ടാളക്കാരനോ മാറിയ നേരം നോക്കിയിട്ട് അതിടുക. തീവ്രവാദമായി. പോലീസുകാർക്കും പട്ടാളക്കാർക്കും 24 മണിക്കൂറും അവർ കണ്ണു തുറന്നിരുന്നാലേ പറ്റുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം 99 അറ്റംപ്റ്റ് തോറ്റുപോയാലും ഒരെണ്ണം ജയിച്ചാൽ നമ്മൾ ജയിച്ചു. നമ്മൾ തീവ്രവാദികൾ ജയിച്ചു, തീവ്രവാദ ആക്രമണം, സുരക്ഷാ വീഴ്ച, ഇൻ്റലിജൻസ് എവിടെയെന്നൊക്കെയുള്ള ചോദ്യമായി ബഹളമായി. പട്ടാളക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ 99 തവണയും നമ്മളെ തടഞ്ഞു. ഒരു തവണ അവർക്ക് തടയാൻ പറ്റിയില്ല. അതിൻ്റെ പേരിൽ 100% പരാജയമാണ്. ഇവന്മാരെ കൊണ്ടൊക്കെ ഈ കിഴങ്ങിനെയൊക്കെ വെച്ചാണോ കാര്യം നടത്താൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള വിമർശനം വരും. ഈ അവസ്ഥയിൽ അവർക്ക് ഇത് കേന്ദ്രഭരണ പ്രദേശമായിട്ട് നിലനിർത്തിയേ പറ്റുള്ളൂ. അതിന് കാരണമുണ്ട്. ഈ സാധാരണ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ പബ്ലിക് പ്രഷർ കൊണ്ട് പല തീരുമാനങ്ങളും മാറ്റുകയും ഇളവ് കൊടുക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യേണ്ടി വരും അവർക്ക്. കാരണം 5 വർഷം കഴിയുമ്പോൾ വീണ്ടും വോട്ട് കിട്ടാനുള്ളതാണ്. കേന്ദ്രഭരണ പ്രദേശമാകുമ്പോൾ അതില്ല. ലഫ്റ്റനൻറ്റ് ഗവർണർക്ക് വോട്ട് വാങ്ങേണ്ട ബാധ്യതയില്ല. അതുകൊണ്ട് അയാൾക്ക് റൂത്ത്ലെസ്സായിട്ട് നടപടികളെടുത്ത് നടപ്പാക്കാൻ പറ്റും. അത്ര പോപ്പുലർ അല്ലെങ്കിൽ പോലും ആ നടപടിയിൽ ഉറച്ചു നിൽക്കാൻ പറ്റും. ഇത് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിക്ക് സാധിക്കില്ല. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ കർശനമായ നടപടികൾ വേണ്ട സ്ഥലത്ത് കേന്ദ്രഭരണ പ്രദേശമായിരിക്കണം നിലനിൽക്കേണ്ടത്. അതല്ലാതെ ജനാധിപത്യ വഴിക്ക് തിരഞ്ഞെടുത്ത മന്ത്രിസഭ, വെൽഫെയർ പരിപാടിക്കെല്ലാം ആ മന്ത്രിസഭയും അതിൻ്റെ വകുപ്പുകളും ഒക്കെ ഉപയോഗിക്കാം. ബട്ട് ഫൈനൽ സേ ലഫ്റ്റനൻറ്റ് ഗവർണറുടെ കയ്യിലായിരിക്കും. അങ്ങനെ ആയില്ലെങ്കിൽ അത് വലിയ ദോഷം ചെയ്യും, പ്രത്യേകിച്ച് കാശ്മീർ. ഇത് എല്ലാ അതിർത്തി സംസ്ഥാനങ്ങൾക്കും ബാധകമല്ലേ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷേ എല്ലാ അതിർത്തി സംസ്ഥാനങ്ങളും കാശ്മീർ പോലെ തിളച്ചു മറിയുന്നില്ല, തീവ്രവാദ പ്രവർത്തനമില്ല. ബാക്കി സ്ഥലത്തും ഉണ്ട്, ബംഗാളിലുണ്ട്, പല സ്ഥലത്തും നടക്കുന്നൊക്കെയുണ്ട്. ബട്ട് കാശ്മീരിൽ നടക്കുന്ന ആ റേഞ്ചിൽ ഇല്ല. അതുകൊണ്ട് ജമ്മു കാശ്മീർ, ലഡാക്ക് ഇത് കേന്ദ്രഭരണ പ്രദേശമായിട്ട് കുറേ കാലം കൂടെ തുടരും എന്നാണ് എൻ്റെ ഒരു തോന്നൽ.
ഇപ്പോൾ ഈ 2014 ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞപ്പോൾ മോദി സർക്കാർ പറഞ്ഞു, ഇനി ഒരിക്കൽ കൂടി ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 370 എടുത്ത് കളയാതെ ഞങ്ങളുടെ പ്രഖ്യാപിത നയമാണ്. അങ്ങനെ പ്രഖ്യാപിത നയം ആണെന്ന് പറയുമ്പോൾ തന്നെയാണ് അവിടെ നിൽക്കുന്ന സാധാരണക്കാരായ വിദ്യാർത്ഥികൾ നമ്മുടെ പട്ടാളക്കാരുടെ വണ്ടിക്ക് നേരെ കല്ലെറിയുന്നു, പട്ടാളക്കാരെ കിട്ടുവാണെങ്കിൽ അടിച്ചോടിക്കുന്നു, ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ 2019 നമ്മൾ വീണ്ടും BJP സർക്കാർ വരുന്നു, വീണ്ടും ഈ പറയുന്ന മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ നിയമം എടുത്ത് മാറ്റുന്നു. അങ്ങനെ മാറ്റിയപ്പോൾ അവിടെ പ്രതിഷേധിക്കുന്ന ആളുകളെ തടയാൻ ഇന്ത്യൻ ആർമി അവിടെ നിലയുറപ്പിച്ചു. അപ്പോൾ കാശ്മീർ കത്തുമെന്ന് പറയും, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ഈ ഒരു 5 വർഷം കൊണ്ട് പിന്നെ നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റിയില്ലേ, അതോ പറ്റാത്തതാണ്? തീർച്ചയായിട്ടും പറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ടൂറിസ്റ്റുകളുടെ എണ്ണമൊക്കെ ഗംഭീരമായിട്ട് കൂടുകയും കാശ്മീരിലൊരു നോർമൽസിയുടെ ഒരു ഫീലിംഗ് ഉണ്ടായി. മറ്റത് പട്ടാളം, CRPF, ഇവർ റോന്ത് ചുറ്റലൊക്കെ ആയിട്ടൊരു ടെൻസ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അതൊക്കെ പോയി. പക്ഷേ ഈ 370 വകുപ്പ് എടുത്തു കളയലും തീവ്രവാദവും തമ്മിൽ ഒരു സിംഗിൾ ലൈൻ സ്ട്രെയിറ്റ് ബന്ധമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാവരും അങ്ങനെ വാദിക്കുന്നൊക്കെയുണ്ട്, എനിക്ക് മനസ്സിലായിട്ടില്ല. 370 വകുപ്പ് എന്താണ്? ഭരണഘടനയിൽ കാശ്മീരിന് ഒരു ടെമ്പററി ആൻഡ് ട്രാൻസിഷണൽ സ്റ്റാറ്റസ് കൊടുക്കുന്നതാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറേ കാര്യം കാശ്മീരിന് ഭരണഘടനയിലുള്ളത് ആപ്ലിക്കബിൾ അല്ല. ഓരോ നിയമം പാസ്സാക്കുമ്പോഴും ദിസ് ലോ ഈസ് ആപ്ലിക്കബിൾ ത്രൂ ഔട്ട് ഇന്ത്യ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് എഴുതുമായിരുന്നു. ജമ്മു ആൻഡ് കാശ്മീരിലൊരു നിയമം ആപ്ലിക്കബിൾ ആകണമെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീരിലെ അസംബ്ലി കൂടെ സമ്മതിക്കണം. അതായിരുന്നു അവസ്ഥ. 370 വകുപ്പ് എടുത്തു കളഞ്ഞപ്പോൾ ഇന്നിപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു നിയമം പാസ്സായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കേരളത്തിന് ബാധകമാകുന്ന പോലെ കാശ്മീരിനും ബാധകമാകും. ഇതായിരുന്നില്ല 370 വകുപ്പിൻ്റെ സ്ഥിതി. അപ്പോൾ 370 വകുപ്പ് എടുത്ത് കളഞ്ഞതിലൂടെ കാശ്മീരിൻ്റെ ഒരു ഇൻറ്റഗ്രേഷൻ അല്പം ബാക്കിയുണ്ടായിരുന്നത് അത് പൂർത്തിയായി എന്നുള്ളതല്ലാതെ തീവ്രവാദവും 370 വകുപ്പും തമ്മിൽ എന്താ ബന്ധം? 370 വകുപ്പുള്ള കാലത്തും പട്ടാളക്കാർക്ക് നേരെ കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ എടുക്കാൻ പട്ടാളത്തിന് അവകാശമുണ്ടായിരുന്നു. ബട്ട് അന്തരീക്ഷം 370 വകുപ്പ് എടുത്ത് കളഞ്ഞപ്പോൾ ഒന്ന് മാറി. എല്ലാവർക്കും തോന്നി അത് ഈ ഓപ്പോസിഷൻ ക്യാമ്പയിൻ്റെ ഫലമായിട്ടാണ്. 370 വകുപ്പ് എന്തോ മുസ്ലിങ്ങൾക്ക് പ്രത്യേക സ്റ്റാറ്റസ് കിട്ടുന്നൊരു സാധനമായിട്ട് പ്രചരിപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് 370 വകുപ്പ് എടുത്തു കളയുക എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ ദ്രോഹിക്കുക എന്നൊരർത്ഥം വന്നു. എടുത്തു കളഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഇനി നമ്മുടെ പഴയ കളി നടക്കില്ല എന്ന് തീവ്രവാദ മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് തന്നെ ഒരു ഇമ്പ്രഷൻ പോയി. വാസ്തവത്തിൽ 370 ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ബട്ട് വർഷങ്ങളായിട്ട് ക്യാമ്പയിൻ ചെയ്ത് ഈ ബന്ധം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞപ്പോൾ ആ ബന്ധം വിട്ടു എന്ന് മനസ്സിലായപ്പോൾ ഇനി നമുക്ക് ഈ കാര്യം നേരെ നടക്കില്ല എന്ന് മനസ്സിലായി. കാശ്മീരിനുള്ളിലെ മുസ്ലിങ്ങൾ ഒന്നടങ്ങി. പാകിസ്ഥാൻ അടങ്ങിയിട്ടില്ല, POKയിൽ നിന്നുള്ള ഇതൊന്നും അടങ്ങിയിട്ടില്ല. ഇപ്പോൾ പഹൽഗാമിനെതിരെ നമ്മൾ ഈ തീവ്രവാദത്തെ തീവ്രവാദമായിട്ടല്ല, പാകിസ്ഥാൻ ഭാരതത്തിനെതിരെ നടത്തുന്ന ആക്രമണമായിട്ടാണ് നമ്മൾ കാണുന്നത് എന്ന് ഇക്വേഷൻ നമ്മളൊന്ന് മാറ്റി. അതോടെ പാകിസ്ഥാനും ഇനി 4 തവണ ആലോചിച്ചിട്ട് എന്തെങ്കിലും തീവ്രവാദ പ്രവർത്തനം ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേത് തീവ്രവാദികളാണ്, അത് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് എന്നൊരു ലൈൻ പാകിസ്ഥാൻ എടുക്കാമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. പാകിസ്ഥാൻ അങ്ങനെ പറഞ്ഞാൽ പോലും നമ്മൾ സമ്മതിക്കാൻ പോകുന്നില്ല. നീയാണ് ഇതിൻ്റെ പുറകിൽ, ഇതിൻ്റെ പുറകിലെല്ലാം നീ തന്നെയാണ് ഇത് ചെയ്തത്. ഇപ്പം നമ്മൾ പറഞ്ഞു നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. സ്റ്റേറ്റ് തന്നെയാണ്, പാകിസ്ഥാൻ സ്റ്റേറ്റ് തന്നെയാണ് ഇതിൽ ഇടപെടുന്നത്. അതുകൊണ്ട് അതങ്ങനെ യുദ്ധമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കും. ഇങ്ങനെ കണക്കാക്കും എന്നുള്ളതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ പോസ് ചെയ്തിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞു എന്ന് നമ്മൾ നിർത്തിയിരിക്കുന്നത് ഇതുകൊണ്ടാണ്. ഇനിയും പാകിസ്ഥാൻ ഇതുപോലെ പെരുമാറും. അന്ന് അടുത്ത ഓപ്പറേഷൻ പ്രഖ്യാപിക്കേണ്ട കാര്യമൊന്നുമില്ല, ഉള്ള ഓപ്പറേഷനൊന്ന് ലൈവാക്കിയാൽ മതി. ഇതാണ് ഇതിൻ്റെ രത്നച്ചുരുക്കം. അതുകൊണ്ട് കാശ്മീരിന്, ജമ്മു കാശ്മീരിന് സ്റ്റേറ്റ്ഹുഡ്, ഫുൾ സ്റ്റേറ്റ്ഹുഡ്, അത് വളരെ അകലെയുള്ളൊരു സ്വപ്നം മാത്രമാണ്. ഉടനെ ഒന്നും നടക്കില്ല. നമുക്ക് കാത്തിരിക്കുക അങ്ങനെ സംഭവിക്കില്ല എന്നുള്ളത് നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.